അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്താനായി നടപടി കടുപ്പിച്ച് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ. ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിച്ച് നടപടി കർശനമാക്കാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് ചേർന്നുണ്ട്. നന്ദൻ, നമുക്കറിയാം ബംഗ്ലാദേശിൽ വലിയൊരു ഹിന്ദു വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു വംശഹത്യ എന്ന് പോലും നമുക്ക് പറയേണ്ടി വരും. ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, ഹിന്ദു സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ഹിന്ദുക്കളെ ഏതെല്ലാം വിധത്തിൽ ആക്രമിക്കാൻ കഴിയുമോ ആ വിധത്തിലെല്ലാം ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയല്ലേ ഈ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്താനായുള്ള നടപടികൾ കടുപ്പിച്ചിരിക്കുന്നത്? ബംഗ്ലാദേശിൽ തുടരുന്ന അരക്ഷിതാവസ്ഥ തന്നെയാണ് ഇത്തരമൊരു പരിശോധനയ്ക്ക് അല്ലെങ്കിൽ ഇത്തരമൊരു നിർദ്ദേശം നൽകുവാൻ വേണ്ടി MCDയെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനെ പ്രേരിപ്പിച്ചത്. അതായത് പ്രധാനമായും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ചൂണ്ടിക്കാണിക്കുന്നത് സ്കൂളുകളിൽ പ്രത്യേക പരിശോധന നടത്തുവാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകണമെന്നുള്ളതാണ്. ഓരോ വിദ്യാർത്ഥികളുടെയും രേഖകൾ കൃത്യമായി തന്നെ പരിശോധിക്കണം. അതിൽ ബംഗ്ലാദേശിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ എത്തപ്പെട്ടവരുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ രേഖകൾ അത് കൃത്യമായിട്ടുള്ള രേഖകളാണോ അല്ലെങ്കിൽ അത് വ്യാജരേഖയാണോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ നിർദ്ദേശങ്ങളിലൊന്ന്. ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിരവധി വ്യാജരേഖകളിൽ പലരും ബംഗ്ലാദേശിൽ നിന്നും എത്തി ഇവിടെ അനധികൃതമായി രാജ്യതലസ്ഥാനത്ത് താമസിക്കുന്നു. അവർ അക്രമങ്ങളിൽ മറ്റും പങ്കാളികളാകുന്നു, അതേപോലെ തന്നെ മോഷണങ്ങളിലും മറ്റും ഏർപ്പെടുന്നു എന്നുള്ളതാണ് കൃത്യമായുള്ള നിരീക്ഷണം വന്നിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കർശന പരിശോധനയിലേക്ക് നീങ്ങുവാൻ വേണ്ടി ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഓരോ വിദ്യാർത്ഥികളുടെയും ജനന സർട്ടിഫിക്കറ്റ് അടക്കം കൃത്യമായി പരിശോധിക്കണമെന്നുള്ളതാണ്. മാത്രമല്ല നിലവിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും തരത്തിൽ അതിനുവേണ്ടി സർട്ടിഫിക്കറ്റുകൾക്കായി സമർപ്പിച്ച രേഖകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജരേഖകളുണ്ടോ എന്നുള്ളത് കൃത്യമായി അത് പരിശോധിക്കണമെന്നുള്ള നിർദ്ദേശം MCD നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ ഓരോ ചേരികളിലെ ഈ ഡൽഹിയിലെ ചേരി പ്രദേശങ്ങളിലെ വീടാന്തരം കയറി പോലീസുകാരുടെ നേതൃത്വത്തിൽ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ രേഖകൾ പരിശോധിച്ചിരുന്നു. അതിൻ്റെ നടപടികൾ ഇപ്പോഴും തുടരുകയാണ്. ന്യൂഡൽഹിയിലെ 13 ജില്ലകളിലായി ഓരോ സോണുകളായി തിരിച്ചുകൊണ്ട് ഓരോ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ചുകൊണ്ട് വീടുകൾ കയറിയിറങ്ങി ഇത്തരം രേഖകൾ പരിശോധിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഏതാണ്ട് 300-ലധികം അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ വ്യാജരേഖകളുമായി രാജ്യതലസ്ഥാനത്ത് താമസിക്കുന്നവരെ കണ്ടെത്തി. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ സ്കൂളുകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ അനധികൃതമായി കുടിയേറിയവരുടെ കുട്ടികൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാകും, അവരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം. ഈ രേഖകൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ രേഖകളും പ്രത്യേകിച്ച് ജനന സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കണമെന്നുള്ളൊരു നിർദ്ദേശവുമായി ഇപ്പോൾ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി നന്ദൻ.